നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടം പതിവ്. ഒടുവിലായി ബന്ദിയോട് മുട്ടം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടമായി. മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെയാണ് കാണാതായത്. BLOയുടെ ആത്മഹത്യ. കാസർഗോട്ടും പ്രതിഷേധം. BLOമാർ ജോലിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത്. കാച്ചിമുക്കിയ മുണ്ടുടുത്ത് തിളങ്ങുന്ന കുപ്പായമണിഞ്ഞ് തട്ടമിട്ടെത്തിയത് 170-ൽ പരം കുഞ്ഞു മൊഞ്ചത്തിമാർ. മെഗാവൊപ്പന വിസ്മയമായി. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോട്ട് ശബരിമല സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചു. V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്നാവശ്യം. ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടം പതിവാകുന്നു. ഏറ്റവും ഒടുവിൽ ബന്ദിയോട് മുട്ടം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. മൊർത്തണ സ്വദേശിനി മിർസാനയാണ് മരിച്ചത്. ആൾട്ടോ കാറും താറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ 1-ാം റീച്ചിൽ വാഹനാപകടം പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. സമീപകാലങ്ങളിൽ നിരവധി അപകടങ്ങളാണ് ഈ പാതയിലുണ്ടായത്. അപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി ബന്ദിയോട് മുട്ടം ദേശീയപാതയിലാണ് വാഹനാപകടമുണ്ടായത്. ഞായറാഴ്ച രാത്രി 7:45ഓടെ ആൾട്ടോ കാറും താറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. നാടിനെ നടുക്കിയ അപകടത്തിൽ യുവതി മരണപ്പെടുകയും 2 വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൊർത്തണ സ്വദേശിനിയായ മിർസാനയാണ് അപകടത്തിൽ മരിച്ചത്. കൂട്ടിയിടിയിൽ താർ ജീപ്പ് മറിയുകയും ആൾട്ടോ കാർ പൂർണ്ണമായും തകരുകയും ചെയ്തു. കാറിലുണ്ടായിരുന്നവരെ ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മിർസാനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ഹുസൈൻ സഹദി, മറിയമത്ത് ഷാക്കിയ, അബ്ദുൽ സാലിം, ജുമാന എന്നിവർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താർ വാഹനത്തിലുണ്ടായിരുന്നവരും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തെ തുടർന്ന് ഗതാഗതം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ അപകടത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെയാണ് കാണാതായത്. ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതായത്. സംഭവത്തിൽ ഉള്ളാൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മംഗളൂരു ഏനപ്പോയ ആയുഷ് ക്യാമ്പസിലെ 2-ാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥി മാലിക്കിനെയാണ് കാണാതായത്. പാലക്കാട് തൃത്താല സ്വദേശിയാണ് മാലിക്. ഓൺലൈൻ ഗെയിമിൽ 3 ലക്ഷത്തിൽ പരം രൂപ നഷ്ടമായതിനു പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതായത്. വ്യാഴാഴ്ച രാത്രി ഭക്ഷണം വാങ്ങുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ബൈക്കുമായി താമസ സ്ഥലത്ത് നിന്നും പോയ മാലിക് അതിനുശേഷം തിരിച്ചെത്തിയില്ലെന്ന് പറയുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളാണ് മാലിക്. തുടക്കത്തിൽ നല്ലൊരു തുക ലാഭമായി കിട്ടിയിരുന്നു. എന്നാൽ വൻ തുക വെച്ച് കളിച്ചതോടെ വലിയ നഷ്ടമുണ്ടായി. സ്വന്തം പണം തീർന്നതോടെ കൂട്ടുകാരിൽ നിന്നും മറ്റും കടം വാങ്ങി കളി തുടർന്നു. എന്നാൽ തുടർച്ചയായി നഷ്ടമുണ്ടായതോടെ മാലിക് സാമ്പത്തിക കുരുക്കിലാവുകയായിരുന്നുവത്രേ. ഇതിനു പിന്നാലെയാണ് മാലിക്കിനെ കാണാതായത്. വിവരമറിഞ്ഞ് ബന്ധുക്കൾ മംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ ഉള്ളാൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് ഉപ്പളയിൽ ഓൺലൈൻ ഗെയിമിന് അടിമയായ 14 വയസ്സുകാരൻ വീടിന് നേരെ സ്വയം വെടിയുതിർത്ത സംഭവമുണ്ടായത്. ഉപ്പള ഹിദായത്ത് നഗറിലെ പ്രവാസി വ്യവസായി അബൂബക്കർ സിദ്ദിഖിന്റെ ഇളയ മകനാണ് ഗെയിമിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് വീട്ടിലേക്ക് സ്വയം വെടിയുതിർത്തത്. പിന്നീട് വഴക്കു പറയുമെന്ന ഭയത്തിൽ കാറിലെത്തിയ സംഘം വീടിന് നേരെ വെടിയുതിർത്തുവെന്ന കഥ മെനയുകയായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഓൺലൈൻ ഗെയിമുകൾ വീണ്ടും സജീവമാകുന്നുവെന്ന സൂചനകളിലേക്ക് പുതിയ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. BLOയുടെ ആത്മഹത്യ. കാസർഗോട്ടും പ്രതിഷേധം. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. BLOമാർ ജോലിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR മാറ്റിവെക്കുക, SIRന്റെ പേരിൽ BLOമാരുടെ മേൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് ആക്ഷൻ കൗൺസിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ജോലിഭാരത്തെ തുടർന്ന് കണ്ണൂർ പയ്യന്നൂർ നിയോജക മണ്ഡലം 18-ാം നമ്പർ ഏറ്റുകുടുക്ക ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറും കുന്നരു AUP സ്കൂളിലെ ഓഫീസ് അറ്റൻഡന്റുമായ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് BLOമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത്. കാസർഗോഡ് ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സമരസമിതി നേതാവ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. BLOമാർക്ക് ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ ആര് പട്ടിക പുതുക്കും? പട്ടിക പുതുക്കണമെങ്കിൽ ജീവൻ ഉണ്ടാവണം. ജീവനില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരുപാട് ആളുകൾ വലിയ സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദത്തിന് ഒരു അറുതി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ തിരക്കിനിടയിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും നാളെ തൊട്ട് ഇലക്ഷൻ്റെ തിരക്കിലേക്ക് നീങ്ങിയാണ്. നാളെ തൊട്ട് ഇലക്ഷൻ്റെ ക്ലാസ്സൊക്കെയാണ്. സാധാരണ ഇത്തരത്തിലുള്ള ഒരു സമരം ഉണ്ടാവാറില്ല. ഇത് സമരത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചതാണ്. ഞങ്ങളാരും സമരത്തിന് വേണ്ടി ഇന്നലെ തയ്യാറായി വന്ന ആളുകളല്ല. ഇന്നലെ ഉണ്ടായ ആ ഒരു മരണം ഞങ്ങളെ ഈ സമരത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മേലിൽ BLOമാർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതിന് ഉത്തരവിടുന്ന ആളുകൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. FCTO ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കൗൺസിൽ നേതാക്കളായ V ചന്ദ്രൻ, T ദാമോദരൻ, T പ്രകാശൻ, N കെലസിത, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. FCTO ജില്ലാ സെക്രട്ടറി K ഹരിദാസ് സ്വാഗതം പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിയോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയും നിർവഹിക്കേണ്ടി വരുന്നത് BLOമാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവീസ് സംഘടനകളും SIR നീട്ടിവെക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെ കുറഞ്ഞ സമയത്തിനകം കൂടുതൽ ടാർജറ്റ് നൽകി മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിച്ച് BLOമാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് അധികാരികളെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ കുഴിഞ്ഞടി ജംഗ്ഷനിൽ കഫേ തുടങ്ങുവാൻ തയ്യാറെടുപ്പ് നടത്തിയ പ്രവാസിയുടെ കടയുടെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചതായി പരാതി. ചെറുവത്തൂർ തിമിരി പിലാവളപ്പ് സ്വദേശി 54-കാരനായ C ഹംസക്കുട്ടിക്കാണ് ദുരനുഭവമുണ്ടായത്. 3 പതിറ്റാണ്ട് പ്രവാസ ജീവിതം നയിച്ച ഹംസക്കുട്ടി 4 വർഷം മുമ്പ് തൊഴിലെടുക്കുന്നതിനിടയിൽ ദുബായിലെ തൊഴിലിടത്തിൽ തളർന്നു വീണ് മാസങ്ങൾ ഗൾഫിലെ ദുബായിലെ ദേരയിലും ഷാർജയിലും ചികിത്സയ്ക്ക് ശേഷം മംഗളൂരു ആശുപത്രിയിൽ ചികിത്സ തുടരുകയായിരുന്നു. ഗൾഫിലെ തൊഴിലില്ലാതാവുകയും നാട്ടിൽ കഫേ തുടങ്ങി കുടുംബം പോറ്റുവാൻ തീരുമാനിച്ചായിരുന്നു ചെറുവത്തൂർ ടൗണിലെ മേൽപ്പാലം കഴിഞ്ഞുള്ള കുഴിഞ്ഞൊടി ജംഗ്ഷനിലെ തൃക്കരിപ്പൂർ സ്വദേശിയുടെ പാതയോരത്തുള്ള കെട്ടിടത്തിൽ കൂൾ ബാർ, ബേക്കറി, കഫേ എന്നിവ തുടങ്ങുവാൻ ഈ വർഷം ഓഗസ്റ്റിൽ 2 ലക്ഷം രൂപ അഡ്വാൻസും 18,000 രൂപ വാടകയും നിശ്ചയിച്ച് എഗ്രിമെന്റ് പ്രകാരം തുക നൽകി. 3 ലക്ഷത്തിൽ പരം രൂപ വില വരുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും 275 സ്ക്വയർ ഫീറ്റ് വ്യാപാര സ്ഥാപനത്തിനകത്ത് ഉറപ്പിച്ച് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഫർണിച്ചറുകളും ഉപകരണങ്ങളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ കടയ്ക്ക് പുറത്ത് തൃക്കരിപ്പൂർ സ്വദേശിയായ ഉടമ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചെന്നാണ് ഹംസക്കുട്ടി പറയുന്നത്. ഞാനിപ്പോൾ എനിക്കൊരു മാർഗ്ഗം ഇല്ലാണ്ട് ഞാനിപ്പോൾ തേരാപ്പാര നടത്തുന്ന രീതിയിലാണ്.
അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം 3-3.5 മാസമായി ഇത് കൊടുത്തിട്ട് എനിക്കിത് ഇതാക്കി തരുന്നില്ല, എനിക്ക് നിയമങ്ങളുടെ മുന്നിൽ ഒരു നിയമം കിട്ടുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഈ കേസ് ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തതാണ്. ഈ പരാതി ഞാൻ ചന്തേര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതും കിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. എനിക്ക് ആ നിയമം കിട്ടണം. ആ നിയമം എനിക്ക് തീർത്ത് തരണം. എൻ്റെ കയ്യിലേക്ക് എനിക്ക് ഇത് തുടങ്ങാനുള്ള അനുമതിയോ അല്ലെങ്കിൽ എൻ്റെ ഇന്ന് പോയ നഷ്ടപരിഹാരം എനിക്ക് തിരിച്ചു തരാനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഞാൻ അത്രയും പ്രയാസത്തിലാണ്, അത്രയും വിഷമത്തിലാണ്. എൻ്റെ സങ്കടം എനിക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേ ഇല്ലത്. ഞാൻ അത്രയും ഇതായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഇല്ലാതെ ഞാൻ തുടങ്ങി. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അത്രയും അവസ്ഥയാണ് എൻ്റെ. അത്രയും സങ്കടമുണ്ട് എനിക്ക്. അത്രയും പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ വലിച്ചു ചാടുന്നതിൽ എൻ്റെ കോടതിയിൽ, അതും മാത്രമല്ല, കോടതിയിൽ ഞാൻ കേസ് കൊടുത്തതാണ് വക്കീലിൻ്റെ. അത് കോടതിയിൽ എത്തിയതാണ്. ഇത് ഇവർ കമ്മീഷണർ വന്ന് നോക്കിയതാണ്. ആ 10 ദിവസം ഉൾപ്പെട്ട് വന്ന് നോക്കിയിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോയതാണ്. എന്നിട്ടാണ് ഈ പണി എടുത്തു കൂട്ടിയത്. ഈ 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് കൂട്ടുമുറിച്ച് വലിച്ചു ചാടുന്നത്. എന്നിട്ട് ഈ ക്യാമറയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഫിറ്റാക്കിയിട്ട് എൻ്റെ പേരിലേക്കുള്ള കംപ്ലയിൻ്റ് അവർ എനിക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരിലും നല്ല രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇത്രയും നാളെ ഞാൻ കച്ചവടം ചെയ്തിട്ട് ഞാൻ ജീവിച്ചവനാണ്. ഒരു മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയിന്. ഗൾഫിൽ ജോലി എടുക്കുന്നിടത്ത് വീട്ടാണ് ആ നാട്ടിലേക്ക് വരുന്നത്. അത്രയും പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പൈസയും എൻ്റെ മക്കളെ കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. അതിലും എനിക്ക് പരാജയം ഇവർ എന്നെ ഇതാക്കി. ഇത്രയും പൈസ എന്നെ വാങ്ങിയിട്ട് എന്നെ ഇപ്പം എന്നെ ഒരു കള്ളനാക്കിയിട്ടുള്ള രീതിയിലാണ് ഇവർ എന്നെ ചിത്രീകരിക്കുന്നത്. ഐസ് മേക്കർ, ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുവാനുള്ള മെഷീൻ, സാൻഡ്വിച്ച് മേക്കർ ഉൾപ്പെടെ ഉപകരണങ്ങളും ലൈറ്റുകളും എടുത്തുകൊണ്ടുപോയതായും പറഞ്ഞു. മാർബിൾ, സീലിംഗ് ബോർഡുകൾ, വയറിംഗ് സാമഗ്രികൾ എന്നിവ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു. ഷവർമ മേക്കർ, പൊറോട്ടക്കല്ല്, അടുപ്പുകളും മറ്റും പാതയോരത്ത് ചിതറിക്കിടക്കുകയാണ്. ഗൾഫിൽ, ദുബായ്, ദേരയിലും ഷാർജയിലും 3 പതിറ്റാണ്ട് തൊഴിലെടുത്ത് വന്നിരുന്ന ഇയാളുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ഇപ്പോഴുള്ളത്. ചന്തേര പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഹംസക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാച്ചിമുക്കിയ മുണ്ടുടുത്ത് തിളങ്ങുന്ന കുപ്പായമണിഞ്ഞ് തട്ടമിട്ടെത്തിയ 170 പരം കുഞ്ഞു മൊഞ്ചത്തിമാർ നടത്തിയ മെഗാ ഒപ്പന വിസ്മയമായി. തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് മെഗാ ഒപ്പന നടത്തിയത്. PMSA പൂക്കോയ തങ്ങൾ സ്മാരക സ്കൂളിലെ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും പിഞ്ചു വിദ്യാർത്ഥിനികളാണ് മെഗാ ഒപ്പനയ്ക്ക് ചുവടുവെച്ചത്. തോഴിമാരും പുതുനാരിയുമായി 170 വിദ്യാർത്ഥിനികൾ മെഗാ ഒപ്പനയിൽ പങ്കെടുത്തു. സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലിയും നടന്നു. 1-2 ക്ലാസുകളിലെ ആൺകുട്ടികളുടെ മെഗാ ദഫ്മുട്ടും നടന്നു. UP വിഭാഗം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. സ്കൂളിലെ അധ്യാപകരാണ് മെഗാ ഒപ്പനയും ദഫും പഠിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ കലാസ്വാദനത്തിനായി 100 കണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും എത്തിയിരുന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ശബരിമല സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്പോൺസർമാർ എന്ന പേരിൽ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും അവതരിപ്പിച്ചത് കൊള്ളക്കാരെയാണെന്ന് മുരളീധരൻ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുത്തത് എന്ത് മാനദണ്ഡത്തിലാണെന്നും V. മുരളീധരൻ ചോദിച്ചു. ആചാരലംഘനം നടത്തിയതിന് പിന്നാലെ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും നേതൃത്വം നൽകി പിണറായി വിജയൻ കോടിക്കണക്കിന് വിശ്വാസികളെ വഞ്ചിച്ചുവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ പത്മകുമാർ ഒഴിഞ്ഞു മാറുകയാണെന്നും V. മുരളീധരൻ ആരോപിച്ചു. ശബരിമലയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ജയകുമാറിനെ നിയമിച്ചത് ശബരിമലയെ സംരക്ഷിക്കുവാനാണോ, പിണറായി സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുവാനും ക്രമക്കേടുകൾ മറയ്ക്കുവാനുമാണോ എന്ന് കണ്ടറിയണം. വിശ്വാസികൾക്കൊപ്പം എന്ന പേരിൽ യാത്രകൾ സംഘടിപ്പിക്കുന്ന UDFും അവരുടെ ഭരണസമയത്ത് ശബരിമലയിലെ കൊള്ളയ്ക്കും ക്രമക്കേടിനും കൂട്ടുനിൽക്കുകയായിരുന്നു. കാസർഗോഡ് ജില്ലാ രൂപീകരണം നടന്നിട്ട് 4 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ജില്ലാ രൂപീകരണത്തിന് കാരണമായി പറഞ്ഞിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ലെന്നും ഇതിൽ കൂട്ടുത്തരവാദിത്വമാണ് ഇരു മുന്നണികൾക്കുള്ളതെന്നും V. മുരളീധരൻ കൂട്ടിച്ചേർത്തു. ശബരിമല ആചാര ലംഘനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നാമാവശേഷമായി. ഇപ്പോ പാറാവുള്ള ഭഗവാനെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാന് പാറാവുണ്ട്, പക്ഷേ പാറാവിനിടയിലും
സംരക്ഷണത്തിനിടയിലും ഭഗവാനെ കൊള്ളയടിക്കുന്ന സമീപനം, കള്ളന്മാരെ സ്പോൺസർമാരെന്നുള്ള പേരിട്ട് വിളിച്ച് സന്നിധാനത്ത് കയറ്റി പകൽ വെളിച്ചത്തിൽ സന്നിധാനത്തിൽ ശബരിമലയിലെ സ്വർണം, ആ സ്വർണം കൊള്ളയടിക്കുന്ന സംഭവം, അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് നാസ്തികന്മാരാണ്, നിരീശ്വരവാദികളാണ്. അതുകൊണ്ട് അവർക്ക് ഇതിലൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട്, ആചാര ലംഘനം നടപ്പിലാക്കാൻ വേണ്ടി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള എൻ വാസുവിനെ നിയോഗിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സവിത ടീച്ചർ, A വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, N ബാബുരാജ്, മനുലാൽ മേലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ പോർക്കളത്തിലെത്തുന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CM മീനാകുമാരിയാണ് LDFിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. നിലവിൽ LDF ഭരിച്ചിരുന്ന നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 13 ഡിവിഷനുകളിൽ നിന്ന് ഇത്തവണ ഒരു സീറ്റ് വർദ്ധിച്ച് 14 ആയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 12 ഡിവിഷനുകളിൽ CPM സ്ഥാനാർത്ഥികളും 2 ഡിവിഷനുകളിൽ CPIയുമാണ് മത്സരത്തിനിറങ്ങുന്നത്. LDF സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും നേരത്തെ തിരഞ്ഞെടുപ്പ് രംഗത്തില്ലാത്തവരാണ്. കയ്യൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന PB ഷീബയും വലിയപറമ്പ് ഡിവിഷനിൽ മത്സരിക്കുന്ന KV രമണിയും നേരത്തെ പഞ്ചായത്ത് അംഗങ്ങളായിട്ടുണ്ട്. ചെറുവത്തൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ, മാധവൻ മണിയറ, A അമ്പൂഞ്ഞി, PV തമ്പാൻ, CM മീനാകുമാരി, രജീഷ് വെള്ളാട്ട്, K ബാലകൃഷ്ണൻ, K രാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അത്ഭുത വെള്ളച്ചാട്ടങ്ങളുടെ മാസ്മരിക കാഴ്ചയുമായി കാസർഗോഡ് ഫെസ്റ്റ് ജനഹൃദയങ്ങൾ കീഴടക്കുന്നു. ലോകപ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സർറിയൽ വെള്ളച്ചാട്ടവുമാണ് ഫെസ്റ്റിൽ വിസ്മയ കാഴ്ചയൊരുക്കുന്നത്. വിനോദത്തിന് പുറമെ ഷോപ്പിംഗിൻ്റെ മഹാലോകവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സായാഹ്നങ്ങൾ ഏറ്റവും മനോഹരമായി ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള കാഴ്ചകളുടെ ഒരു മായാലോകം, അതാണ് കാസർഗോഡ് ഫെസ്റ്റ്. ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് അപൂർവ ദൃശ്യങ്ങളുടെ ഈ വിസ്മയ ലോകം. കാസർഗോഡിനെ വിനോദത്തിന്റെ അത്ഭുത ഭൂമികയാക്കി വിദ്യാനഗർ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന കാസർഗോഡ് ഫെസ്റ്റ് ആസ്വദിക്കുവാനായി ഓരോ ദിവസങ്ങളിലും ആയിരങ്ങളാണ് എത്തുന്നത്. DJ അമ്യൂസ്മെന്റ്സ് അവതരിപ്പിക്കുന്ന കാസർഗോഡ് ഫെസ്റ്റിൽ ലോകപ്രശസ്ത നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സർറിയൽ വെള്ളച്ചാട്ടവുമാണ് പ്രധാന ഹൈലൈറ്റ്. 7 ലോകാത്ഭുതങ്ങളിലൊന്നും US-ന്റെയും കാനഡയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ നയാഗ്ര വെള്ളച്ചാട്ടം, ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സർറിയൽ വെള്ളച്ചാട്ടം എന്നീ പ്രകൃതിയുടെ ദൃശ്യവിരുന്നുകളെ പ്രത്യേകം സാങ്കേതിക വിദ്യയിലൂടെയാണ് കാസർഗോഡ് ഫെസ്റ്റിൽ പുനരവതരിപ്പിച്ചിരിക്കുന്നത്. നേരിട്ടെന്നതുപോലെ ആസ്വദിക്കുവാൻ പറ്റുന്ന ഈ ദൃശ്യവിസ്മയങ്ങൾ എത്ര കണ്ടാലും മതിവരാത്തതാണ്. ഞാനിത് 2ാമത്തെ തവണയാണ് കാണുന്നത്. നല്ല പരിപാടിയാണ്. അമ്യൂസ്മെന്റ്, ഈ വെള്ളച്ചാട്ടം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മളെ ഈ കാസർഗോഡേക്ക് വരുന്നത്. എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള പരിപാടികളെല്ലാം ഇവിടെയുണ്ട്. ഫുഡ് കോർട്ടിലാണെങ്കിലും നല്ല ഫുഡ് ഭക്ഷണമെല്ലാം ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വെള്ളച്ചാട്ടമാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും കണ്ണും മനസ്സും നിറയാനുള്ള പരിപാടി ഇവിടെയുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് പോവാം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാസർഗോഡ് ജില്ലയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക്, ഫാമിലി ഗെയിംസ്, കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങി കുടുംബത്തിനൊന്നാകെ വന്ന് നിറഞ്ഞാസ്വദിക്കുവാൻ വിനോദത്തിന്റെ ഒരു മഹാലോകം തന്നെയാണ് കാസർഗോഡ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. വിനോദത്തിന് പുറമെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഷോപ്പ് ചെയ്യുവാൻ ഷോപ്പിംഗിന്റെ വിസ്മയ ലോകവും ഇവിടെ സജ്ജമാണ്. രാജസ്ഥാൻ ഉൽപ്പന്നങ്ങൾ, നോർത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകളും ഇവിടെ നിന്നും ലഭിക്കും. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടുമുണ്ട്. കൂടാതെ മാരുതി കാർ സർക്കസ്, റോബോട്ടിക് ഡോഗ്സ് എന്നിവയും ഫെസ്റ്റിനെ ആകർഷകമാക്കുന്നു. വളരെ ജോറാണ് സംഭവം, പൊളി, അടിപൊളി. വാട്ടർ വളരെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ആദ്യമായിട്ട് കണ്ട ഒരു സംഭവമാണ്.
പിന്നെ ഒരുപാട് ഐറ്റംസ് ഉള്ളിലൊക്കെ കണ്ടു. നല്ല എല്ലാം കുട്ടികൾക്ക് നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാണാൻ പറ്റിയ. എല്ലാം കൊണ്ടും സൂപ്പറാണ്. ഏറ്റവും മികച്ച ദൃശ്യവിരുന്നാണ് കാസർഗോഡ് ഫെസ്റ്റിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതെന്നും എല്ലാവരും ഇരുകൈയും നീട്ടി ഫെസ്റ്റിനെ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും DJ അമ്യൂസ്മെന്റ്സ് ചീഫ് കോർഡിനേറ്റർ അർജുനൻ തായിലങ്ങാടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കാസർഗോഡിൻ്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു എക്സ്പോ ആദ്യമായാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കാസർഗോഡ് ജനങ്ങളെ ആകർഷിക്കുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ, ആ വെള്ളച്ചാട്ടങ്ങൾ തന്നെ ഓരോ ദിവസവും ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഒരു 10-30ഓളം സ്റ്റാളുകൾ, ഗെയിം ഷോകൾ, അമ്യൂസ്മെൻറ്റ്സ്, അങ്ങനെ വിവിധതരം പ്രോഗ്രാമുകൾ ഈ എക്സിബിഷനിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെ നടക്കുകയാണ്. ജനങ്ങളെ പുറത്ത് ഇറങ്ങുന്ന ജനങ്ങൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുമ്പോൾ, കാരണം അവരെ അത്ര സന്തോഷത്തോടെയാണ് കുടുംബങ്ങൾ, കുട്ടികൾ ഒക്കെ ഇവിടുന്ന് പോകുന്നത്. തീർച്ചയായിട്ടും ഈ അത്ഭുത വെള്ളച്ചാട്ടം അടക്കമുള്ള ഈ പ്രദർശന വേദിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും നമ്മൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ രാത്രി 9:30 വരെയാണ് കാസർഗോഡ് ഫെസ്റ്റിന്റെ പ്രദർശന സമയം. ഫെസ്റ്റിനെത്തുന്നവർക്ക് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. അത്ഭുത വെള്ളച്ചാട്ടങ്ങൾ, വിവിധ റൈഡുകൾ, മറ്റനേകം വിസ്മയ കാഴ്ചകൾ. കണ്ടാൽ കൊതിതീരാത്ത കാഴ്ചകളുടെ വിസ്മയ ലോകമാണ് കാസർഗോഡ് ഫെസ്റ്റ്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. BJP കുമ്പള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. BJPയെ പരാജയപ്പെടുത്തുവാൻ കേരളത്തിലും ഇടതു വലതു മുന്നണികൾ ഒരു മുന്നണിയായി മത്സരിക്കേണ്ട കാലം വിദൂരമല്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ML അശ്വിനി പറഞ്ഞു. ബീഹാർ ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസും ഇടതുമുന്നണിയും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി മത്സരിച്ചിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്തതിന് കാരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും വികസനവുമാണ്. കുമ്പള പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണെന്നും 5 വർഷത്തെ ദുർഭരണത്തിന്റെ ബാക്കിപത്രമാണ് കുമ്പള നഗരത്തിലുൾപ്പെടെ കുടിവെള്ളം മുട്ടിയതെന്നും അശ്വിനി പറഞ്ഞു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം V രവീന്ദ്രൻ പതാക ഉയർത്തി. കുമ്പള പഞ്ചായത്ത് സൗത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുജിത് റൈ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധർ യാദവ്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അനന്തപുരം, കുമ്പള പഞ്ചായത്ത് നോർത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശിവപ്രസാദ് റൈ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ദയാനന്ദ, മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി പ്രേമലത S എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഈ മാസവും കുഞ്ഞുമക്കൾക്ക് അന്നദാനം. വേറിട്ട നന്മയുമായി കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബ്ബ് ഇത്തവണ ബന്ദിയോട് പച്ചമ്പള മൽജവുൽ ഇസ്ലാമിലെ കുഞ്ഞുമക്കൾക്കാണ് ഭക്ഷണം നൽകിയത്. പുതുതായി രൂപീകൃതമായ കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബിന്റെ നന്മ നിറഞ്ഞ സേവനം തുടരുന്നു. ഇത്തവണ ബന്ദിയോട് പച്ചമ്പള മൽജവുൽ ഇസ്ലാമിലെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം നൽകിയാണ് കാസർഗോഡ് സിറ്റി ലയൺസ് ക്ലബ്ബ് സേവനം നടത്തിയത്. പ്രസിഡന്റ് മൊയ്തീൻ ചാപ്പാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉദ്ദേശം തന്നെ ഇങ്ങനെയുള്ള അന്നദാനം അതുപോലെ തന്നെ സർവീസാണ്. എല്ലാ കാര്യങ്ങളിലും ഈ സിറ്റി ലയൺസ് ക്ലബ്ബ് മുൻപന്തിയിലുണ്ട്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു ലയൺസ് ക്ലബ്ബാണ്. പാവപ്പെട്ട കിടക്കുന്ന നിർദ്ധരായ ആൾക്കാരെ സഹായിക്കാവുന്ന ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ ലയൺസിനുള്ളത്. 5 വർഷത്തോളമായി ഈ മേഖലയിൽ ലയൺസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. സേവനമാണ് നമ്മുടെ ഉദ്ദേശം. അതിലുപരി നമ്മുടെ കുടുംബങ്ങൾ ബന്ധപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലയൺസ്. അതൊരു പ്ലാറ്റ്ഫോമാണ്. കാര്യം നമ്മുടെ എല്ലാ ഒരു ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ സുഹൃത്തുക്കളെല്ലാം ഈ ഒരു വേദി ഉണ്ടാക്കുക എന്നാണ് ലയൺസിന് ഉദ്ദേശ ലക്ഷ്യം. സെക്രട്ടറി ഫൈസൽ പൗവൽ സ്വാഗതം പറഞ്ഞു. മൊട്ട അബ്ദുൽ ഖാദർ, മൊയ്തു ബാവാഞ്ഞി, എബി കുട്ടിയാനം, ഷെരീഫ് ബോസ്, സാദിഖ് പൗവൽ, റഹ്മാൻ മല്ലം, ലത്തീഫ് ചെർക്കള, സമീർ അറഫ എന്നിവർ സംസാരിച്ചു. അയ്യൂബ് ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരക്കാവ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. ഭക്തിപൂർവ്വം കടൽക്കരയിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു.
ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവത്തിന്റെ സമാപന ദിവസം രക്തചാമുണ്ടി, ആയിറ്റി ഭഗവതി, ഉച്ചുളിക്കടവത്ത് ഭഗവതി, ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നു. ഒരിയരക്കാവിൽ മാത്രമായി നടക്കുന്ന കടൽക്കരയിലുള്ള ബലിതർപ്പണ ചടങ്ങ് പിന്നീട് നടന്നു. നൂറുകണക്കിന് ആളുകളാണ് കർമ്മങ്ങൾക്ക് സാക്ഷികളാകുവാൻ എത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആവേശകരമായ മത്സര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ദുബായ് പാലസ് സോക്കർ ലീഗ് സീസൺ 2 സമാപിച്ചു. 6 ടീമുകൾ മാറ്റുരച്ച സോക്കർ ലീഗ് പോരാട്ടങ്ങളിൽ സോക്സോ ക്ലബ്ബ് ചാമ്പ്യന്മാരായി. ഫൈനലിൽ സിറ്റി ഗോൾഡ് ബോബ് ക്യാറ്റ്സിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് സോക്സോ ക്ലബ്ബ് തകർപ്പൻ വിജയം നേടിയത്. കിക്ക് ഔട്ട് ഡ്രഗ്സ് ഓൺലി ഫുട്ബോൾ എന്ന സന്ദേശവുമായി സോക്കർ ക്ലബ്ബ് വിദ്യാനഗർ സംഘടിപ്പിച്ച ദുബായ് പാലസ് സോക്കർ ലീഗ് സീസൺ 2 ആവേശകരമായ മത്സര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് സമാപിച്ചു. 6 ടീമുകൾ മാറ്റുരച്ച സോക്കർ ലീഗ് പോരാട്ടങ്ങൾ 2 ദിവസങ്ങളിലായി ഉളിയത്തടുക്ക ഗ്രീൻഫീൽഡിലാണ് സംഘടിപ്പിച്ചത്. ആവേശം അലതല്ലിയ അന്തരീക്ഷത്തിൽ നടന്ന മത്സരങ്ങളിൽ ഓരോ ടീമുകളും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലീഗിലെ കലാശപ്പോരാട്ടത്തിൽ സോക്സോ ക്ലബ്ബ് ചാമ്പ്യന്മാരായി. ഫൈനലിൽ സിറ്റി ഗോൾഡ് ബോബ് ക്യാറ്റ്സിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് സോക്സോ ക്ലബ്ബ് തകർപ്പൻ വിജയം നേടിയത്. വിദ്യാനഗർ ചാലയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ദുബായ് പാലസ് MD ഹാരിസ് ദുബായ് ആയിരുന്നു ലീഗിന്റെ പ്രധാന സ്പോൺസർ. ഷാഹു അണങ്കൂരായിരുന്നു സപ്പോർട്ടിംഗ് സ്പോൺസർ. വിജയികൾക്ക് പ്രൗഢമായ ചടങ്ങിൽ ട്രോഫികൾ സമ്മാനിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്നാണ് ദുബായ് പാലസ് സോക്കർ ലീഗ് സീസൺ 2 ഉദ്ഘാടനം ചെയ്തത്. സോക്കർ ക്ലബ്ബ് വിദ്യാനഗർ സമൂഹത്തിന് മാതൃകയാണെന്നും അവരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും MLA പറഞ്ഞു. യുവതലമുറ ലഹരിക്കടിമപ്പെടുന്ന ഈ കാലത്ത് യുവതയെ ഫുട്ബോളിന്റെ ലഹരിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന മുദ്രാവാക്യമാണ് സോക്കർ ക്ലബ്ബ് വിദ്യാനഗർ ഉയർത്തുന്നതെന്നും MLA പറഞ്ഞു. ഇതിൻ്റെ മുദ്രാവാക്യം തന്നെ കിക്ക് ഔട്ട് ഡ്രഗ്സ് എന്നതാണ്. ഇന്ന് നമ്മുടെ യുവാക്കൾക്കായാലും ചെറുപ്പക്കാർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും എന്താണ് ലഹരി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികൾ, യുവാക്കൾ മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള നമ്മുടെ ജീവിതം തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന വസ്തുക്കളുടെയും പിന്നാലെയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് എത്തിച്ചേരാൻ നമ്മുടെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വൈകിയതിൻ്റെ കാരണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. പക്ഷേ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ 3 കേസുകൾ വന്നു എന്നതാണ്. മയക്കുമരുന്ന് അവരുടെ ടീം പിടികൂടിയിട്ടുണ്ട്. ഏതായാലും ശ്രീ വിനോദിനെയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും ഞാൻ ആ കാര്യത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഈ ഒരു വലിയ ഭീഷണിയെ, ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ നിസ്തന്ത്രമായ പ്രവർത്തനമാണ് നടത്തി വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചടങ്ങിൽ ഡോക്ടർ അണ്ണപ്പ കാമത്ത്, ദുബായ് പാലസ് മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് ദുബായ്, ട്രെൻഡ്സ് അസോസിയേറ്റ്സ് MD റഹ്മാൻ ബെദിര എന്നിവർ പങ്കെടുത്തു. മത്സരം വീക്ഷിക്കുവാനായി നിരവധി ഫുട്ബോൾ പ്രേമികളാണ് ഉളിയത്തടുക്ക ഗ്രീൻഫീൽഡ് ടർഫ് സ്റ്റേഡിയത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. LDF മഞ്ചേശ്വരം പഞ്ചായത്ത് സമ്മേളനം TV തോമസ് ഹാളിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TV തോമസ് ഹാളിൽ നടന്ന LDF മഞ്ചേശ്വരം പഞ്ചായത്ത് സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. 45 ರೂಪಾಯಿ ಸುರಾಯಿನ ಪೆನ್ಷನ್ ಆದರೂ ವಿವಿಧ ಎಡದು ವರ್ಷ ಗೌರ್ಮೆಂಟ್ 15 ಸಂದರ್ಭಗಳು ಹೆಚ್ಚಳ ಮಾಡ್ತಾರೆ. ಕಡೆಗೆ 2019 VS ಗೌರ್ಮೆಂಟ್ ಅಧಿಕಾರ ಕೊಡುವಾಗ 500 ರೂಪಾಯಿ ಅಂತ ಪೆನ್ಷನ್ പോയി. 2014 ನವೆಂಬರ್ ತಾಲೂಕು ಉಮ್ಮನ್ ಚಾಂಡಿ ಗೌರ್ಮೆಂಟ್ 500 ರೂಪಾಯಿ ಸೇರಿಸಾണ് 500 ರೂಪಾಯಿ ಬಂತು. ಇಡೀ ಪೆನ್ಷನ್ ಲೈಫು UDF ದಲ್ಲಿ 100 ರೂಪಾಯಿ ಮಾತ್ರನೇ ಆದದ್ದು ಕ್ಷೇಮ ಪೆನ್ಷನ್ ಕೂಡ ಅದು ಕೊಡಬೇಕು. ನಮಗೆ ಗೊತ್ತು ಆ 100 ರೂಪಾಯಿ ಕೊಟ್ಟು 18 ತಿಂಗಳ ಕೊಡ್ತೀವಿ. ಪ್ರಖ್ಯಾಪನ ಮಾತ್ರನೇ ಆದರೂ ಮಾಡ್ತಾರೆ. 2014 ಎಡದು ವರ್ಷ ಜನಾಧಿಪತಿ ಮಂಡಳಿ ಗೌರ್ಮೆಂಟ್ ಆದದ್ದು ಪೆನ್ಷನ್ ಪೂರ್ತಿ ಆದപോലെ ತೀರ್ಮಾನ ಮುಳು ಬ್ಯಾಂಕ್ ಬ್ಯಾಂಕ್ ഒരു ജില്ലയുടെ ഈ മഞ്ചേശ്വരം പഞ്ചായത്തിൽ 42,000 ರೂಪಾಯಿ ഇതിക്കുന്ന വലിയ അശോക പെൻഷൻ 42,000 ರೂಪಾಯಿ ഇതിക്കുന്ന മൂന്ന് ജനത്തിന് മഞ്ചേശ്വരം പഞ്ചായത്ത്. CPI നേതാവ് ദയാകർ മാട അധ്യക്ഷത വഹിച്ചു.
CPI സംസ്ഥാന കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ, JDS നേതാവ് ഡോക്ടർ ഖാദർ, CPI നേതാക്കളായ S രാമചന്ദ്ര ബഡാജെ, ശ്രീധർ മാട എന്നിവരും CPIM നേതാക്കളായ അഷ്റഫ് കുഞ്ചത്തൂർ, കരുണാകർ ഷെട്ടി എന്നിവരും സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മഞ്ചേശ്വരം ഡിവിഷൻ സ്ഥാനാർത്ഥി ഐറിൻ ജാസ്മിൻ, കുഞ്ചത്തൂർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഗണേഷ് കുഞ്ചത്തൂർ, മഞ്ചേശ്വരം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി രമേശ് ഉദ്യാവര, ബഡാജെ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ദയാകർ ഹൊസങ്കടി, വാർഡ് സ്ഥാനാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശാന്ത് കനില, വിജയ കനില, ഉമേഷ് പദവു, കിരൺ മാട, പ്രതീഷ് ബഡാജെ, മോനു കുച്ചിക്കാട, രാജ കീർത്തേശ്വര, ഉദയകേശവ് കണ്വതീർത്ത, അസീർ മഞ്ചേശ്വരം, ജേക്കബ് സന്നദ്ക, ഗംഗാധര KK എന്നിവർ നേതൃത്വം വഹിച്ചു. കമലാക്ഷ കനില സ്വാഗതവും ദയാകർ മാട നന്ദിയും പറഞ്ഞു. അബ്ദുൽ-റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ 6 ദിവസങ്ങളിലായി കളിയാവേശം പകരുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണവും ടൗണിൽ നടന്നു. ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ മടിയൻ രവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലോഗോ പ്രകാശനം സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ TV ബാലൻ നിർവഹിച്ചു. ഫണ്ട് ശേഖരണ ഉദ്ഘാടനം സാമ്പത്തിക സമിതി ചെയർമാൻ NA മുനീർ നിർവഹിച്ചു. ഡോക്ടർ VPP മുസ്തഫ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം PP അശോകൻ മാസ്റ്റർ, ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബിജു, ജനറൽ കൺവീനർ KV ഗോപാലൻ, KV രാഘവൻ മാസ്റ്റർ, K മധുസൂദനൻ, M രജീഷ് ബാബു, K നിശാന്ത് മാസ്റ്റർ, EK ബൈജു എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഉദിനൂരിലെ വാസുദേവിന് അനുമോദനം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശിശുദിനത്തിൽ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ച GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ. സ്കൂളിൽ റോസ് ഗാർഡൻ നിർമ്മിച്ചാണ് ശിശുദിനത്തെ ഇവർ മനോഹരവും ആഘോഷവുമാക്കി മാറ്റിയത്. ശിശുദിനത്തിൽ GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് അംഗങ്ങൾ മനോഹരമായ പൂന്തോട്ടമാണ് നിർമ്മിച്ചത്. വില കൊടുത്ത് വാങ്ങാതെ അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന റോസാച്ചെടികളാണ് പൂന്തോട്ട നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. ജവഹർ റോസ് ഗാർഡൻ എന്നാണ് കുട്ടികൾ ഇതിന് പേരിട്ടത്. കഴിഞ്ഞ വർഷം കല്ലിങ്കാൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായി കുട്ടികൾ ഇത്തരത്തിലൊരു ഉദ്യാനം നിർമ്മിച്ച് നൽകിയിരുന്നു. ഹെഡ്മാസ്റ്റർ K ഹരിദാസ്, സ്റ്റാഫ് സെക്രട്ടറി KP ഷമീർ, സീനിയർ അസിസ്റ്റന്റ് T സതീശൻ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ KV ജിജി, PTA വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂച്ചക്കാട്, മദർ PTA പ്രസിഡന്റ് ആയിഷ എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ നടക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഗുണഭോക്താക്കളായ കുട്ടികളുടെ പ്രത്യേക ശിശുദിന പരിപാടിയും സ്കൂളിൽ നടന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം for the students in 5th and 6th class. Yes. Do you know the importance of this day? Yes. What is the day? What is the importance of this day? Happy Children's Day, my dear friends. Today, on this special day, we, the members of School Social Service Scheme, are creating a beautiful rose garden for our school. Hello, my dear young friends. How are you all? Thank you, my dears. I am so happy to see you all smiling. You know, I always believed children are the future of our nation. Children in his got him Chachaji. He offered warm, distinctive roses in his dress. Do you know who is he? Do you want to see him? ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇത് കാസർഗോഡിൻ്റെ സ്വന്തം ബ്രാൻഡ്. ഗുണമേന്മയുള്ള രുചിയുടെ ഉറപ്പുമായി അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഭക്ഷണ പ്രേമികളുടെ മനം കീഴടക്കുന്നു. അൽറുബ ആഗ്രഹിക്കുന്ന നേരം വീട്ടിലെ അടുക്കളയിലേക്കും ഇനി എത്തും. ഉൽപ്പന്നത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ചിങ് പാണക്കാട് മുന്നവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കാസർഗോഡിന്റെ സ്വന്തം ബ്രാൻഡായ അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഗുണമേന്മയുടെയും രുചിയുടെയും പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് വിപണിയിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. വീട്ടിലിരുന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുവാൻ അൽറുബയുണ്ടെങ്കിൽ എളുപ്പമാണ്.
അൽറുബ ആഗ്രഹിക്കുന്ന നേരം വീട്ടിലെ അടുക്കളയിൽ ഇനി എത്തും. ഉൽപ്പന്നത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചത് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളാണ്. ഈ സംരംഭത്തിന് ആശംസകൾ നേർന്ന് വെബ്സൈറ്റ് ലോഞ്ചിംഗ് ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും എത്തി. പി കുഞ്ഞാലിക്കുട്ടി MP, PK സലാം MLA, സാദിഖ് അലി തങ്ങൾ, മൊയ്നുദ്ദീൻ തങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരാണ് ആശംസകളുമായി എത്തിയത്. രുചിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ശുദ്ധിയാണ്. ഇതിൽ മായം ചേർത്തിട്ടില്ല. മാത്രമല്ല കൃത്രിമ നിറങ്ങളോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളോ MSGയോ ചേർത്തിട്ടില്ല. ഗുണമേന്മ തെളിയിച്ച ഈ ഉൽപ്പന്നത്തിന് ഇതിനോടകം പല പ്രമുഖ ബിസിനസ് എക്സലൻസ് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അൽറുബ ഫ്രൈഡ് ചിക്കൻ മസാല ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ജിയോമാർട്ട് പോലെയുള്ള പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. രാജ്യത്തിൻ്റെ ഏതു കോണിലേക്കും ഡെലിവറി ഉറപ്പാക്കിക്കൊണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി സംവിധാനവും കമ്പനി ഒരുക്കുന്നു. കൂടാതെ കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും അവരുടെ ആവശ്യാനുസരണം ബൾക്ക് പർച്ചേസ് പാക്കറ്റുകളും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ alruba-masala.com വഴി അൽറുബ വീട്ടിലെത്തിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന ആവശ്യം. ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ പ്രഭാകര ഹെബ്ബാർ ഇല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. तकरीबन 11 साल पूरे हो चुके हैं. इसकी प्रारंभिक दशा थी, बचपन की जो दशा थी, उस वक्त में भी इसका हिस्सा अवश्य था. जब कासरगोड में एक सम्मेलन हुआ था, उसमें एक विशेषज्ञ के रूप में आप लोगों का निमंत्रण मुझे मिला था. मैंने उसको तहे दिल से स्वीकार भी किया था. आप लोग के बीच में रहने का अवसर मुझे मिला था. जब आप हम जो संस्था है और युवावस्था की तरफ बढ़ रही है, इस समय में भी आप लोगों ने मुझे याद किया. ചടങ്ങിൽ ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ പ്രസിഡന്റ് കെ സജിത് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം വിശിഷ്ടാതിഥികളെ ആദരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ആനന്ദകൃഷ്ണൻ എടച്ചേരി, പി ഹരിനാരായണൻ, സുധാമണി, രുക്മിണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സര വിജയികളായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി കെ ഷൈനി, ജോയിന്റ് സെക്രട്ടറി TMV മുരളീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK ബാലചന്ദ്രൻ, ജില്ലാ ട്രഷറർ P ഹരിനാരായണൻ, ഹോസ്ദുർഗ് സബ് ജില്ലാ സെക്രട്ടറി K മനോജ് കുമാർ, ഷൈനി PV, K രജനി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സജിത് ബാബു KA പ്രസിഡന്റായും, ടൈറ്റസ് V തോമസിനെ സെക്രട്ടറിയായും, ഹരിനാരായണൻ PA ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടൂട്ട് ജോളി യൂത്ത് സെന്ററിൽ വെച്ച് നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10 വർഷക്കാലത്തെ പ്രവർത്തന അനുഭവങ്ങൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഒട്ടേറെ ഉദാഹരണങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഭരണകാലഘട്ടമാണ്. ആ നിലയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാദേശിക ഗവൺമെന്റുകൾ എന്നുള്ള നിലയിൽ അതിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായി പരിശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വലിയ പിന്തുണയും സഹായവും അതുണ്ടായിരിക്കുന്നതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മികച്ച നിലയിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ നാടിന്റെ തനതായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. CPI നേതാവ് KV കൃഷ്ണൻ, INL നേതാവ് കുഞ്ഞിമൊയ്തീൻ, ജനതാദൾ നേതാവ് ദിലീപ് മെഡയിൽ, കേരള കോൺഗ്രസ് നേതാവ് M ഷാജി, M പോക്ലൻ,
മൂലക്കണ്ടം പ്രഭാകരൻ, കാറ്റാടി കുമാരൻ, വി ഗിനീഷ്, ദേവി രവീന്ദ്രൻ, കെ സബീഷ് എന്നിവർ സംസാരിച്ചു. ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. കൺവെൻഷനിൽ വെച്ച് ഗംഗാധരൻ പള്ളിക്കാപ്പിലിനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായും ശിവജി വെള്ളിക്കോത്തിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. അജാനൂർ പഞ്ചായത്തിൽ 24 വാർഡുകളിലായി CPM 19 വാർഡിലും INL 3 വാർഡിലും 2 വാർഡിൽ CPI സ്ഥാനാർത്ഥികളും മത്സരിക്കും. 24 വാർഡുകളിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ വെച്ച് പരിചയപ്പെടുത്തി. KV കുഞ്ഞിരാമൻ രക്തഹാരം അണിയിച്ച് അഭിവാദ്യം ചെയ്തു. മടിക്കൈ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുൻ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും DYFI സംസ്ഥാന ട്രഷററുമായ K സതീഷിനെയും കൺവെൻഷനിൽ വെച്ച് രക്തഹാരം അണിയിച്ച് പരിചയപ്പെടുത്തി. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ വെച്ച് ഹാരമണിയിച്ച് സദസ്സിന് പരിചയപ്പെടുത്തി. കഴിഞ്ഞ 2 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് കീഴിൽ അജാനൂർ പഞ്ചായത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന ഉത്തമ വിശ്വാസമുണ്ടെന്നും KV കുഞ്ഞിരാമൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ മേലടുക്കം ശ്രീ അയ്യപ്പ ഭജനമഠം മേൽമാട് സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മാവുങ്കാൽ മേലടുക്കം ശ്രീ അയ്യപ്പ ഭജനമഠം മേൽമാട് സമർപ്പണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മേലടുക്കം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ പുതുതായി നിർമ്മിച്ച മേൽമാട് സമർപ്പണം ആനന്ദാശ്രമം ട്രസ്റ്റി സുബ്രഹ്മണ്യൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മന്ദിരം പ്രസിഡന്റ് വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഗുരുസ്വാമി K രാജൻ, അശോകൻ എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി KV സുഗതൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം നെല്ലെടുപ്പ് സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിച്ചു. P കൃഷ്ണൻ കോടാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചു. ചിത്താരി ലോക്കൽ പരിധിയിൽപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനാർത്ഥികളായ K സബീഷ്, KK സോയ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി രതീഷ് വെള്ളംതട്ട, ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് സ്ഥാനാർത്ഥി ദീപ പ്രവീൺ, 5ാം വാർഡിലെ KV സുകുമാരൻ, 24ാം വാർഡിലെ K അനീഷ് എന്നിവർ രാവണേശ്വരം നെല്ലെടുപ്പ് സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി പര്യടനം ആരംഭിച്ചു. P കൃഷ്ണൻ കോടാട്ട പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചു. പോലെ ഡിസംബർ മാസം 9-11 തീയതികളിൽ നമ്മുടെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മത്സരിക്കുകയാണ്. ഡിസംബർ 11-ാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ മുന്നണി അണിയത്തുള്ള സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും വിപ്ലവ പ്രസ്ഥാനത്തെ ഈറ്റില്ലമായ രാവണേശ്വരത്തിൻ്റെ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണം നടത്തി ജനമധ്യത്തിലേക്ക് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. K കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. A പവിത്രൻ മാസ്റ്റർ, T ശാന്തകുമാരി, P രാധാകൃഷ്ണൻ, K പവിത്രൻ, പ്രകാശൻ പള്ളിക്കാപ്പിൽ, അനീഷ് രാമഗിരി, KK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടം പതിവ്. ഒടുവിലായി ബന്ദിയോട് മുട്ടം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടമായി. മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെയാണ് കാണാതായത്. BLOയുടെ ആത്മഹത്യ. കാസർഗോട്ടും പ്രതിഷേധം. BLOമാർ ജോലിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത്. കാച്ചിമുക്കിയ മുണ്ടുടുത്ത് തിളങ്ങുന്ന കുപ്പായമണിഞ്ഞ് തട്ടമിട്ടെത്തിയത് 170-ൽ പരം കുഞ്ഞു മൊഞ്ചത്തിമാർ. മെഗാവൊപ്പന വിസ്മയമായി. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോട്ട് ശബരിമല സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചു. V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്നാവശ്യം. ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
നമസ്കാരം.